ലഹരി മാഫിയകളുടെ പിടിയിൽ അറിഞ്ഞും അറിയാതെയും അകപ്പെട്ട് ശാരീരിക മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഇരകൾക്ക് പുനരധിവാസത്തിനായി താലൂക്ക് തലത്തിൽ സംവിധാനം ഒരുക്കുവാൻ സർക്കാർ തീരുമാനമെടുക്കുമെന്ന് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു പറഞ്ഞു. ധാത്രി സൗഖ്യവേദയും സർക്കാരുമായുള്ള സംയുക്ത സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലഹരി മാഫിയകളുടെ പിടിയിൽ അറിഞ്ഞും അറിയാതെയും അകപ്പെട്ട് ശാരീരിക മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഇരകൾക്ക് പുനരധിവാസത്തിനായി താലൂക്ക് തലത്തിൽ സംവിധാനം ഒരുക്കുവാൻ സർക്കാർ തീരുമാനമെടുക്കുമെന്ന് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു പറഞ്ഞു. ലഹരി മാഫിയകളെ അടിച്ചമർത്തി കഴിഞ്ഞാലും ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് അതിൽ നിന്നും മോചനം നേടിക്കൊടുക്കുവാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ലഹരിയുടെ ഇരകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും അകറ്റി നിർത്താനും വിട്ടുനൽകാതെ സർക്കാർ ജാഗ്രതയുണ്ടാകും. ലഹരിമോചിതരെ തിരികെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ധാത്രി സൗഖ്യവേദയും സർക്കാരുമായുള്ള സംയുക്ത സംരംഭത്തിന് ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. സൗഖ്യവേദ ഫൗണ്ടേഷൻ പ്രവർത്തനവും ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സന്തോഷത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഡോക്ടർ എൻ്റെ ഒരു ഹ്രസ്വമാണ് അല്ലേ, ഇൻസ്റ്റൻ്റാണ്. ഒരു സന്തോഷം തോന്നി, ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സന്തോഷം തോന്നും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് ഒരു മധുരമുള്ള ഒരു ലഡു കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. പക്ഷേ അത് നമുക്ക് നിലനിൽക്കുന്നതാണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് സൗഖ്യം എന്നത് ഒരു സമഗ്രതയാണ്. മാനസികമായ സന്തോഷമുണ്ട്, ശാരീരികമായ സന്തോഷമുണ്ട്, അതിനൊരു ആത്മീയ തലവുമുണ്ട്. നിലനിൽക്കുന്ന അല്ലെങ്കിൽ ദീർഘകാലത്തിലുള്ള ഒന്നാണ് സൗഖ്യം. അപ്പോൾ ആ സൗഖ്യത്തെക്കുറിച്ചുള്ള അറിവാണ് അദ്ദേഹം സൗഖ്യവേദ ദർശനം എന്ന് വ്യക്തമാക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷനാണ് സൗഖ്യവേദ ഫൗണ്ടേഷൻ. ആയുർവേദം എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമഗ്രതയാണ്. ഒരു മനുഷ്യനെ ശാരീരികമായും മാനസികമായും ആത്മീയമായും ശക്തിപ്പെടുത്തുന്ന സമഗ്ര ദർശനമായ ആയുർവേദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തുടങ്ങുന്ന ഈ സൗഖ്യവേദ ഫൗണ്ടേഷനെ ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ. മയക്കുമരുന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. സമൂഹത്തിൽ നമ്മൾ അറിയാതെ നിരവധി കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിന് അടിമപ്പെടുകയാണ്. വാർത്തകൾ കാണുന്ന നിരവധി വാഹനാപകടങ്ങൾക്ക് പിന്നിൽ ഡ്രഗ്സാണ്. മാതാപിതാക്കളെ ആക്രമിക്കുന്ന വാർത്തകൾ, സഹോദരങ്ങളെ വെട്ടിക്കൊല്ലുന്ന വാർത്തകൾ. എന്ന് പറഞ്ഞാൽ മനുഷ്യന് യഥാർത്ഥത്തിൽ ഭ്രാന്ത് പിടിക്കുകയാണ്. മനുഷ്യർ യഥാർത്ഥത്തിൽ ചെകുത്താന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കതിൻ്റെ വേരറുക്കണം. സംസ്ഥാനത്തെ സഹകരണ എക്സൈസ് മന്ത്രി എന്ന നിലയിൽ എൻ്റെ വകുപ്പുകളിലും ഇത്തരത്തിൽ സമഗ്രമായ ഈ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചു. മയങ്ങില്ല കേരളം എന്നാണ് ആ ക്യാമ്പയിൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിലൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധമാണ്. നമ്മൾ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒക്കെ ആകമാനം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമായി നടത്തി. പ്രസിഡന്റ് ഷൈനി ഉദ്ഘാടനം ചെയ്തു. ധാത്രി സൗഖ്യവേദ ചെയർമാൻ ഡോക്ടർ സജികുമാർ അധ്യക്ഷത വഹിച്ചു. ധാത്രി ആയുർവേദ ഗ്രൂപ്പിന്റെ ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലിനാണ് ഇന്ന് ഇവിടെ നാം സാക്ഷ്യം വഹിക്കുന്നത്. ആയുർവേദത്തിന്റെ നന്മകൾ ലോകത്തിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യം, സന്തോഷം, സമഗ്രത ഇവ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടക്കം കുറിക്കുന്ന സൗഖ്യവേദയുടെയും അതുപോലെ തന്നെ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനും പ്രതിരോധത്തിനും വേണ്ടിയിട്ട് ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നും കേരളത്തിലേക്ക് എത്തുന്ന ആയുർവേദ രോഗികൾക്ക് കൊടുക്കുന്ന കർക്കിടക ചികിത്സയുടെ ഭാഗമായി ഡി അയ്യപ്പൻ, ഡോക്ടർ അബുരാജ്, വേലഞ്ചിറ സുകുമാരൻ, അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ, രാജേഷ് കുട്ടൻ, എസ് രാജേഷ്, രശ്മി ജയപ്രകാശ്, സഞ്ജയൻ എന്നിവർ പ്രസംഗിച്ചു. സിഡിനെറ്റ് ന്യൂസ്, കായംകുളം.